എന്തൊക്കെ കോഴ്സുകളാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ബെന്നിച്ചേട്ടന് വല്ലൊരു ഐഡിയ ഉണ്ടോ? നമുക്ക് ബികോം ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ മാസ്റ്റർ ചെയ്യാം. എല്ലാ രീതിയിലുള്ള CA CPA എല്ലാ രീതിയിലുള്ള മാസ്റ്റർ കോഴ്സുകൾ. അതെ, അതായത് മെയിനായിട്ട് നമുക്ക് ഒരു ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പാത്വേ പ്രോഗ്രാംസുകൾ ഉണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് ന്യൂസിലാൻഡിൽ ഡിമാൻഡ് ഉണ്ട്. പക്ഷേ വൺസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കമ്പനിയിൽ നമുക്കൊരു സ്റ്റെപ്പ് കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ജോലി കിട്ടിക്കൊണ്ട് എത്ര എക്സ്പീരിയൻസ് നമുക്ക് GCCയിൽ ഉണ്ടായാലും ഇവിടെ ബേസിക്കലി ഇവർ നോക്കുന്നത് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെ ഇവിടെ ഒരു വേക്കൻസിക്ക് ഇവിടെ മിനിമം ഒരു 100 and above അപ്ലിക്കേഷൻസ് ഉണ്ട്. 5 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 5 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ഒരു നല്ലൊരു ലെവലിലേക്ക് പോയി, 3rd ലെവൽ വരെ പോയി. ഈവൻ 4th ലെവൽ കഴിഞ്ഞു. അടുത്ത MD ആയിട്ട് മാനേജിംഗ് ഡയറക്ടർ വരെയായിട്ടുള്ള ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ. എൻ്റെ വൈഫിൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഹസ്ബൻഡ്, അയാൾ IT ആണ്. അയാൾക്ക് ഇവിടെ കുവൈറ്റിലിരുന്നിട്ട് തന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൽ ഇവിടെ ഡയറക്റ്റ് ജോലി കിട്ടി, ഇവിടെ ഗവൺമെൻറ് ജോലി കിട്ടി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ പഠിച്ച BCom ഡിഗ്രി ഇവിടെ ന്യൂസിലാൻഡ് ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ പാത്വേയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു CANS അക്കൗണ്ടിങ് റിലേറ്റഡ് കുറച്ച് ജോലികൾ ഗ്രീൻ ലിസ്റ്റിലുണ്ട്. ഗ്രീൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ ഹൈ ഡിമാൻഡുള്ള പ്രൊഫഷൻസാണ് ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ജോലി ഗ്രീൻ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ PR-ന് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു സ്ട്രെയിറ്റ് ആൻസർ പറയുകയാണെങ്കിൽ അതിന് ചേട്ടന് ഒരു സ്ട്രെയിറ്റ് ആൻസർ പറയുകയാണെങ്കിൽ നമുക്ക് ഫൈനാൻസിൽ തന്നെ ജോലി ഇപ്പം തന്നെ കിട്ടും എന്നുള്ള ആ ഒരു ഇൻറ്റൻഷൻ നമുക്ക് വേണം. പക്ഷേ സഡനായിട്ട് നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ന്യൂസിലാൻഡിലേക്ക് വരാനായിട്ട്.